സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാസർഗോഡ്, കൽപ്പറ്റ എന്നീ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ UDF-ലെ മഹിൻ ഹാജി, NDA-യിലെ അശ്വിനി ML, LDF-ലെ ഷാനവാസ് ഇവരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു എത്തി നടത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയായ എന്നെ നെല്ലിക്കുന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഒരു മണ്ഡലമാണിത്. ഏകദേശം 43.52 വോട്ടുകളുടെ വോട്ട് വിഹിതമാണ് അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് വന്ന NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ശ്രീകാന്ത് 35% വോട്ട് വിഹിതം നേടുകയുണ്ടായി. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിലെ സംസാരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് നാം ഇപ്പോൾ കാണുന്നത്. ഏറ്റവും UDF ഇവിടെ ഏറ്റവും അനുകൂല പ്രതികരണങ്ങളിൽ മുമ്പിട്ട് നിൽക്കുകയാണ്. LDF അതിൻ്റെ തൊട്ടു താഴെയും. പ്രതികൂല പ്രതികരണങ്ങളിൽ LDF ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. NDA രണ്ടാം സ്ഥാനത്തും UDF മൂന്നാം സ്ഥാനത്തുമാണ് ഇവിടെ. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് കാസർഗോഡെ ജനങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് UDF-നാണ്, രണ്ടാം സ്ഥാനം LDF-ന്. എന്നാൽ യുവജന പിന്തുണയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. ഇവിടെ UDF-ന് യുവജന പിന്തുണയിൽ രണ്ടാം സ്ഥാനമുണ്ട്. വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തും നിലനിൽക്കും. എന്നാൽ നേതൃപാടവത്തിന്റെ കാര്യത്തിൽ UDF ഒന്നാം സ്ഥാനത്തും NDA രണ്ടാം സ്ഥാനത്തുമാണ്. നിലവിൽ ജനങ്ങളുടെ ഇടയിലെ എല്ലാ സംസാരങ്ങളെയും ചർച്ചകളെയും എല്ലാം സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുമ്പോൾ കാസർഗോഡ് നിയമസഭാ മണ്ഡലം നിലവിലെ സാഹചര്യത്തിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. UDF സ്ഥാനാർത്ഥി മഹിൻ ഹാജി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 50% വോട്ട് വിഹിതത്തോടുകൂടി ഇവിടെ ജയിക്കുവാനാണ് സാധ്യത. രണ്ടാം സ്ഥാനത്ത് വരുവാൻ പോകുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. ഏകദേശം 33% വോട്ട് വീതമാണ് NDAക്ക് ലഭിക്കാൻ പോകുന്നത്. LDF ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും. ഏകദേശം 18% വോട്ട് വീതമാണ് LDF-ന് ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് കൽപ്പറ്റയിലേക്ക് പോകാം. T സിദ്ദിഖ് UDF-ഉം PK അനിൽകുമാർ LDF സ്ഥാനാർത്ഥിയും പ്രശാന്ത് മാലവയൽ NDA സ്ഥാനാർത്ഥിയുമായി കോണ്ടസ്റ്റ് ചെയ്യുന്ന കൽപ്പറ്റ മണ്ഡലത്തിലെ 2021 സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അന്ന് അഡ്വക്കേറ്റ് T സിദ്ദിഖ് 46% വോട്ട് വിഹിതത്തോടുകൂടി ഒന്നാം സ്ഥാനത്തെത്തി. രണ്ടാം സ്ഥാനത്ത് വന്ന MV ശ്രേയസ് കുമാർ ഏകദേശം 43% വോട്ടുകളാണ് നേടിയത്. BJP സ്ഥാനാർത്ഥിക്ക് ഏകദേശം 9% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലെ സെന്റിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UDF-ന് അനുകൂലമായിട്ടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വളരെ കൂടുതലാണ്. LDF തൊട്ടു പുറകിലുണ്ട്. NDAക്ക് എന്നാൽ അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലെ സംസാര ഘടകങ്ങൾ അല്പം താഴെയാണ്. കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എങ്ങനെയാണ് അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനം പറയുന്നത് UDF-നാണ്.
LDF പ്രാദേശിക വികസനത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വീണ്ടും യുവജന പിന്തുണയിൽ NDA ആണ് ഒരിക്കൽ കൂടി ഇവിടെ 1ാം സ്ഥാനത്ത് വരുന്നത്. UDF യുവജന പിന്തുണയിൽ 2ാം സ്ഥാനത്താണ്. മറ്റെല്ലാ ഘടകങ്ങളിലും വോട്ടർമാരുടെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഇതിലെല്ലാം UDF 1ാം സ്ഥാനവും LDF 2ാം സ്ഥാനത്തുമാണ്. നിലവിലുള്ള ജനങ്ങളുടെ ഇടയിലെ സെന്റിമെന്റ് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ സെമിയോട്ടിക്ക AI കേപ്പബിലിറ്റീസ് വെച്ച് കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. UDF സ്ഥാനാർത്ഥിയായ T. സിദ്ദിഖ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കേണ്ട ഒരു മണ്ഡലമാണിത്. 53% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക ഇവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 37%, NDA സ്ഥാനാർത്ഥിക്ക് 11% വോട്ട് വിഹിതവുമാണ് ലഭിക്കാൻ സാധ്യത. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നിടം വരെ we are signing off. Thank you everyone. Good day.